ഹായ്, പതിവ് പോലെ ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിത് എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വാമിക്ക് വിളക്കൊക്കെ വെച്ച് എങ്ങനെയുണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടോ. ഇപ്പോൾ നമ്മൾ പോവുകയാണേ, എവിടേക്കാണെന്നല്ലേ, നേരെ എൻ്റെ അപ്പട കുഴിക്ക് പോവുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നാടായ ഞാറക്കൽ വൈപ്പിൻകരയിലെ വൈപ്പിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ഞാറക്കലിലോട്ടാണ് കേട്ടോ പോണത്. ഞങ്ങളുടെ ആദ്യത്തെ വീട് അവിടെ ഇരുന്ന് ഞാറക്കലായിരുന്നു. അപ്പം ഇത് കിരണാണേ, കിരൺ ടെക്സ്റ്റൈലാണ്. അപ്പം നമ്മൾ ഞാറക്കൽ അപ്പൻ്റെ കുഴിക്കേ പോയി തിരിയൊക്കെ കത്തിച്ച് നമുക്ക് എന്ത് സങ്കടമോ അല്ലെങ്കിൽ എന്ത് സന്തോഷം വന്നാലും ഞാൻ അവിടെ പോകും കേട്ടോ. എന്നെ ഏട്ടൻ അവിടെ കൊണ്ടുപോകും. ഞാൻ പോയില്ലെങ്കിൽ ഏട്ടൻ എന്നെ അവിടെ കൊണ്ടുപോകും. ഇത് മെജസ്റ്റിക് തിയേറ്ററാണ്. കണ്ടോ, പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ അത്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിയണം. റൈറ്റ് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മുടെ ആദ്യം ഫസ്റ്റ് കാണുന്നത് നമ്മുടെ സുമത്തേരി തന്നെയാണ്. എൻ്റെ അപ്പ സ്വസ്ഥവും സമാധാനവുമായിട്ടിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ എല്ലാ ഇതും ആദ്യം മുതൽ ഇപ്പോൾ കല്യാണം കഴിയും വരെയുള്ള എല്ലാ കാര്യങ്ങളും നടന്ന എൻ്റെ ഇടവക അല്ല, മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ. സെൻറ്റ് മേരീസ് ചർച്ചാണ്. ഞങ്ങളവിടെ അതിൻ്റെ സൈഡിലുള്ള കടയിൽ തിരി മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ തിരിയൊക്കെ മേടിച്ച് അത് വീഡിയോ എടുത്ത് അപ്പൻ്റെ അടുത്ത് വന്നു. ഞാൻ എപ്പോഴും അങ്ങനെ അകത്ത് കയറില്ല കേട്ടോ. എനിക്ക് അകത്ത് കയറി എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ പ്രയാസങ്ങൾ വരും. പിന്നെ ഞാനതിരുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ. അപ്പം അത് പലവർക്കും പല ദോഷങ്ങൾ വരുന്നു അപ്പനോട് അങ്ങനെ സങ്കടം പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ ഇപ്പോൾ പഴയ പോലെ നല്ല കുറേ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. അങ്ങനെ ഞാൻ അപ്പനോടും അതുപോലെ പ്രാർത്ഥന കിട്ടാതെ നിൽക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കെല്ലാവർക്കും കൂടിയായിട്ട് ഞാനവിടെ തിരി കത്തിച്ചു. കണ്ടോ, ഏട്ടൻ പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ഇവിടെ ഉണ്ട് എൻ്റെ അപ്പച്ചൻ കിടന്ന് ഉറങ്ങണത്. ഞാൻ അധികം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. നമ്മൾ വേഗം ഇറങ്ങി. എനിക്ക് അവിടെ നിന്നിട്ട് എനിക്ക് പറ്റണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം ഇറങ്ങി. ഞാൻ ആവുന്നതും പുറത്തുനിന്ന് തിരി കത്തിച്ചിട്ട് പോരാനാണ് നോക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇത് ഞാറക്കൽ ഭാഗം തന്നെ കേട്ടോ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വീട്. അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ആദ്യത്തെ വീട് അവിടെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി ആസ്പത്രിപ്പടി കിഴക്കോട്ട് പോയിട്ടാണ് നമ്മൾ താമസിക്കണം. നമ്മളല്ല, എൻ്റെ അമ്മയും ആങ്ങളമാരൊക്കെ അവിടെ ഉണ്ട്. നമ്മളല്ല നമ്മൾക്കൂടെയാണ്. അപ്പം നമ്മൾ ഞാറക്കൽ വന്നാൽ ഞാറക്കൽ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന കടയിലോട്ടാണ്. അപ്പോൾ അതേ അവിടെ ഷൈൻ ടീച്ചർ നിൽക്കണം. ഇവിടെ നിന്നാണ്ട് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിക്കുമോ എന്താണ്, ഞാൻ ഏട്ടനടുത്തോട്ട് പോയി. ഏട്ടനടുത്ത് പിന്നെ ഞങ്ങളതേ ചായ മേടിച്ച് കുടിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് ചായ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. കഴിക്കാനൊന്നും മേടിച്ചില്ല, കാരണം എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല, വയറ് ഫില്ലായിരുന്നില്ല. ഏട്ടൻ ഒരു പരിപ്പോടെയും ഇതും കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വന്നു മെജസ്റ്റിക് തിയേറ്ററിൽ കയറി ടിക്കറ്റ് എടുത്തിട്ടാ. അത് ഇന്ന് തന്നെ കാണാനായിട്ട് എടുത്തല്ല, പിറ്റേ ദിവസം രാത്രി കാണാനായിട്ട് എടുത്താണ്. കാരണം എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് സീറ്റ് ഫ്രണ്ടിലായിരുന്നു. അത് കാരണം നമ്മൾ ടിക്കറ്റ് പിറ്റേ ദിവസത്തെ രാത്രി 9:30-ക്കോ 9:45 ഷോ ഉള്ളതിലാണ് എടുത്തത്. ആവേശം കാണാനാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോന്ന് നേരെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ കേക്ക് മേടിച്ചത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കേക്ക് മേടിച്ച് ഇന്ത്യൻ ബേക്കറി ആസ്പത്രിപ്പടി ബസ് സ്റ്റോപ്പിന് പടിഞ്ഞാറ് സൈഡായിട്ടാണ് ഇന്ത്യൻ ബേക്കറി ഉള്ളത്. 2 എണ്ണം ഉണ്ട് കേട്ടോ അവർക്ക്. നമ്മളിവിടെ നിന്നാണ് നമ്മുടെ വീരനും സാൻ്റൊക്കെയുള്ള ബിസ്ക്കറ്റൊക്കെ മേടിക്കുക. കണ്ട എന്തോരം കേക്കാണ്. ഞാനിപ്പോഴും ഇവിടെ വരുമ്പോൾ കേക്കിൻ്റെ കാര്യം പറയും. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തുടങ്ങി ഡയറ്റ് തുടങ്ങണയാണല്ലോ. അപ്പോൾ കേക്ക് കഴിക്കാൻ പറ്റത്തില്ല. കേക്ക് എന്നല്ല ഒരു മധുര സാധനങ്ങളോ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അത് കാരണം കേക്ക് മേടിച്ച്, അതുപോലെ ബർത്ത്ഡേക്ക് ഏട്ടാ കേക്ക് മേടിക്കും. എനിക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഏട്ടാ പറഞ്ഞേൽപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴാണ്
കാരണം എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ ഈ ഏട്ടൻ്റെ കൂടെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം ഇപ്പോൾ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്ന് കേക്ക് മുറിക്കുവാണേ. അപ്പോൾ വീരനുണ്ട്, സാൻ്റയുണ്ട്. സാധാരണ അവരെന്തെങ്കിലും ഞങ്ങൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ അവന്മാർ ഓടി വന്ന് അത് അലങ്കോലമാക്കാൻ പതിവ്. ഇതിപ്പോൾ അവർക്കെന്തോ മനസ്സിലായി തോന്നണം. അപ്പോൾ അവർ അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണേ. അങ്ങനെ ഏട്ടയ്ക്ക് ഞാൻ കേക്ക് കൊടുത്തു. ഏട്ട എനിക്കും തന്ന് സ്നേഹചുംബനമൊക്കെ തന്നിട്ടാ. അപ്പോൾ വീരൻ നോക്കി നിൽക്കുവാണ് എന്താന്ന്. പിന്നെ വീരൻ നേരത്തെ ഡയറ്റിങ് ആണ് കേട്ടോ. വീരൻ പായസം കുടിക്കൂല, അതുപോലെ ഈ കേക്കിൻ്റെ സംഭവമൊന്നും വീരൻ കഴിക്കില്ല. സാൻ്റെ അങ്ങനെയല്ല, സാൻ്റെക്ക് എന്ത് കിട്ടിയാലും സാൻ്റെ കഴിച്ചോളും. കണ്ട സാൻ്റെക്ക് അങ്ങനെയെന്ന്, സാൻ്റെ എല്ലാം കഴിക്കും. വീരൻ കുറേ കാര്യങ്ങളിലൊക്കെ കുറേ ഇതുണ്ട്. അപ്പോൾ സാൻ്റെക്ക് കൊടുത്ത് സാൻ്റെ തിന്നണാണ്ട് അപ്പോൾ പുള്ളി വിചാരിച്ച് ഞാൻ വേറെ എന്തോ കൊടുക്കണേന്ന്. അപ്പോൾ ഒന്നും കൂടി വന്ന് നോക്കിയതാണേ. പുള്ളി കഴിച്ചില്ല, അതും സാൻ്റെ തന്നെ തിന്നേ. പിന്നെ ഞങ്ങൾ അപ്പുറം ഇപ്പുറമുള്ളവർക്കൊക്കെ കൊണ്ട് കേക്ക് കൊടുത്തു. കണ്ട കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന്. ഞങ്ങളെന്നും വൈകിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടിച്ചേ വീരനും സാൻ്റെയും തല്ലി പിടിക്കുമ്പോൾ ഏട്ടനും ഒരേ പടക്കം വെച്ച് പൊട്ടിക്കും. കണ്ട അപ്പോൾ ഏട്ടൻ്റെ കാലിൻ്റെ അപ്പുറത്ത് കിടക്കണേ വീരൻ. അപ്പോൾ സോറി സാൻ്റെ ഏട്ടാ, വീരന് ഇവിടെയും കിടക്കണുണ്ടേ. പടക്കം പൊട്ടിച്ച് അപ്പം കിടന്നോളൂ, പിന്നെ അനങ്ങൂല. അത് കഴിഞ്ഞിട്ട് കമ്പിത്തിരിയും മൊത്തപ്പം അതന്നെ കത്തിച്ചിട്ടാ ഏട്ടൻ. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് എന്താ വേണ്ടത്? ഏട്ടൻ്റെ കൂടെ കൂടി ഇത്ര നാളായിട്ട്, അതായത് ഇപ്പോൾ 2ാമത്തെ വർഷം ആവണം. അപ്പോൾ എനിക്കിതുവരെ എൻ്റെ കണ്ണ് നനയാനുള്ളൊരു കാരണങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷിക്കാനാണ് എന്നോട് പറയണത്. ദുഃഖിച്ചതും 17 വർഷവും മാറ്റി വെച്ചിട്ട് ഇനി അങ്ങോട്ട് സന്തോഷിക്കുന്ന പറയുമ്പോൾ എന്നെ ആവുന്നതും പുള്ളി സന്തോഷിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. എങ്ങനെ എൻ്റെ സന്തോഷമാണ് പുള്ളി മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. എനിക്ക് വേണ്ടിയാണ് പുള്ളി കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടാന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടാ അവസാനിച്ചേ. അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.